ഇന്ത്യൻ നാവികസേനയുടെ കരുത്തും രാജ്യത്തിന്റെ പ്രതിരോധ സ്വയം പര്യാപ്തതയും ഒരു പടി കൂടി ഉയർത്തിക്കൊണ്ട് അത്യാധുനിക സ്റ്റെൽത്ത് ഫ്രിഗേറ്റ് വിഭാഗത്തിൽപ്പെടുന്ന യുദ്ധക്കപ്പലായ INS മഹേന്ദ്രഗിരി വിശാഖപട്ടണത്ത് ഔദ്യോഗികമായി നാവികസേനയുടെ ഭാഗമായി കമ്മീഷൻ ചെയ്തു. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ സാന്നിധ്യത്തിലായിരുന്നു ചടങ്ങ്. ഇന്ത്യയുടെ സമുദ്ര പ്രതിരോധ ശേഷി കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനും ഭാവിയിലെ വെല്ലുവിളികളെ നേരിടുന്നതിനുമായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഈ യുദ്ധക്കപ്പൽ രാജ്യത്തിന്റെ തദ്ദേശീയ പ്രതിരോധ നിർമ്മാണ രംഗത്തെ മറ്റൊരു സുപ്രധാന നാഴികക്കല്ലായാണ് വിലയിരുത്തപ്പെടുന്നത്. ഇന്ത്യൻ നാവികസേനയുടെ പ്രൊജക്ട് 17A പദ്ധതിയുടെ ഭാഗമായി വികസിപ്പിച്ച അവസാനത്തെ സ്റ്റെൽത്ത് ഫ്രിഗേറ്റ് ആണ് INS മഹേന്ദ്രഗിരി. ആധുനിക യുദ്ധ സാങ്കേതിക വിദ്യ, ശത്രുക്കളുടെ റഡാറുകളിൽ നിന്ന് എളുപ്പത്തിൽ കണ്ടെത്താൻ കഴിയാത്ത സ്റ്റെൽത്ത് രൂപകൽപ്പന, ദീർഘദൂര നിരീക്ഷണ ശേഷി, ആധുനിക ആയുധ സംവിധാനങ്ങൾ, അതിവേഗ പ്രതികരണ ശേഷി എന്നിവയെല്ലാം ഈ യുദ്ധക്കപ്പലിന്റെ പ്രധാന സവിശേഷതകളാണ്. വ്യോമ, ഉപരിതല, അന്തർവാഹിനി ഭീഷണികളെ ഒരേ സമയം നേരിടാൻ കഴിയുന്ന ബഹുമുഖ പോരാട്ട ശേഷിയോടെയാണ് കപ്പൽ സജ്ജീകരിച്ചിരിക്കുന്നത്. ചടങ്ങിൽ സംസാരിച്ച പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ആത്മനിർഭർ ഭാരത് എന്ന ഇന്ത്യയുടെ സ്വയം പര്യാപ്ത പ്രതിരോധ ദൌത്യത്തിന്റെ ശക്തമായ പ്രതീകമാണ് INS മഹേന്ദ്രഗിരി എന്ന് പറഞ്ഞു. രാജ്യത്തിന്റെ പ്രതിരോധ ഉപകരണങ്ങൾ കൂടുതൽ തദ്ദേശീയമായി വികസിപ്പിക്കുകയും വിദേശ ആശ്രിതത്വം കുറയ്ക്കുകയും ചെയ്യാനുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധതയുടെ തെളിവാണ് ഈ യുദ്ധക്കപ്പലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ സമുദ്ര സുരക്ഷ ഉറപ്പാക്കുന്നതിനും നാവികസേനയുടെ തന്ത്രപരമായ സാന്നിധ്യവും മേധാവിത്വവും കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനും ഈ യുദ്ധക്കപ്പൽ നിർണായക പങ്കുവഹിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. മഹേന്ദ്രഗിരി പർവ്വതനിരയുടെ പേരിൽ നാമകരണം ചെയ്യപ്പെട്ട ആദ്യത്തെ ഇന്ത്യൻ നാവിക യുദ്ധക്കപ്പലാണ് ഇത്. ഇന്ത്യയുടെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകത്തെയും ദേശീയ പാരമ്പര്യത്തെയും ആദരിച്ചുകൊണ്ടാണ് ഈ പേര് തെരഞ്ഞെടുത്തിരിക്കുന്നത്. ഇന്ത്യൻ നാവികസേനയുടെ വാർഷിപ്പ് ഡിസൈൻ ബ്യൂറോ പൂർണ്ണമായും രൂപകൽപ്പന ചെയ്ത ഈ യുദ്ധക്കപ്പൽ മുംബൈയിലെ മസഗോൺ ഡോക്ക് ഷിപ്പ് ബിൽഡേഴ്സ് ലിമിറ്റഡ് ആണ് നിർമ്മിച്ചത്. തദ്ദേശീയ പ്രതിരോധ നിർമ്മാണ രംഗത്തെ ഇന്ത്യയുടെ സാങ്കേതിക മികവും സ്വയം പര്യാപ്തതയും ലോകത്തിനു മുന്നിൽ തെളിയിക്കുന്ന പദ്ധതികളിലൊന്നായാണ് ഇത് കണക്കാക്കപ്പെടുന്നത്. പ്രൊജക്ട് 17A വിഭാഗത്തിലെ ആറാമത്തെ സ്റ്റെൽത്ത് ഫ്രിഗേറ്റായ INS മഹേന്ദ്രഗിരിയുടെ നിർമ്മാണത്തിൽ 75% ഉപകരണങ്ങളും സംവിധാനങ്ങളും ഇന്ത്യയിൽ തന്നെ വികസിപ്പിക്കുകയും നിർമ്മിക്കുകയും ചെയ്തവയാണ്. സൂക്ഷ്മ, ചെറുകിട, ഇടത്തരം വ്യവസായ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ നൂറുകണക്കിന് ഇന്ത്യൻ കമ്പനികളുടെ പങ്കാളിത്തത്തോടെയാണ് കപ്പൽ യാഥാർത്ഥ്യമായത്. ഇതിലൂടെ ആഭ്യന്തര പ്രതിരോധ വ്യവസായ മേഖലയ്ക്ക് വലിയ ഉണർവും തൊഴിലവസരങ്ങളും സാങ്കേതിക പുരോഗതിയും കൈവരിക്കാൻ സാധിച്ചതായും വിലയിരുത്തപ്പെടുന്നു. ആധുനിക സെൻസർ സംവിധാനങ്ങൾ, ദീർഘദൂര റഡാറുകൾ, ശക്തമായ ആശയവിനിമയ ശൃംഖല, അത്യാധുനിക മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ, കൃത്യതയാർന്ന വെടിവെപ്പ് ശേഷി, ഹെലികോപ്റ്റർ പ്രവർത്തന സൗകര്യം എന്നിവയുൾപ്പെടെ നിരവധി സാങ്കേതിക സവിശേഷതകളോടെയാണ് കപ്പൽ സജ്ജീകരിച്ചിരിക്കുന്നത്. സമുദ്രത്തിൽ ദീർഘകാലം തുടർച്ചയായി പ്രവർത്തിക്കാനും വിവിധ തരത്തിലുള്ള സൈനിക ദൌത്യങ്ങൾ വിജയകരമായി നിർവഹിക്കാനും ഇതിന് കഴിയും. യുദ്ധ സാഹചര്യങ്ങളിൽ മാത്രമല്ല, സമാധാനകാല ദൌത്യങ്ങളിലും INS മഹേന്ദ്രഗിരിക്ക് സുപ്രധാന പങ്കുവഹിക്കാൻ കഴിയും. സമുദ്ര സുരക്ഷ ഉറപ്പാക്കൽ, കടൽ കൊള്ളയും അനധികൃത കടൽ പ്രവർത്തനങ്ങളും തടയൽ, തെരച്ചിൽ രക്ഷാപ്രവർത്തനങ്ങൾ, ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ, മാനുഷിക സഹായ വിതരണം, വിദേശ രാജ്യങ്ങളുമായുള്ള സംയുക്ത നാവികാഭ്യാസങ്ങൾ, ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലും അതിനപ്പുറത്തുമുള്ള ദീർഘകാല വിന്യാസങ്ങൾ തുടങ്ങിയ നിരവധി ദൌത്യങ്ങൾ കാര്യക്ഷമമായി നിർവഹിക്കാൻ ഈ യുദ്ധക്കപ്പൽ സജ്ജമാണ്. ഇന്ത്യൻ സമുദ്ര താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിലും രാജ്യത്തിന്റെ തീരസുരക്ഷ ശക്തിപ്പെടുത്തുന്നതിലും പ്രാദേശികവും ആഗോളവുമായ സമുദ്ര മേഖലകളിൽ ഇന്ത്യൻ നാവികസേനയുടെ സാന്നിധ്യം കൂടുതൽ ഉറപ്പാക്കുന്നതിലും INS മഹേന്ദ്രഗിരി നിർണായക പങ്കുവഹിക്കുമെന്നാണ് പ്രതീക്ഷ. പ്രതിരോധ മേഖലയിൽ ഇന്ത്യ കൈവരിക്കുന്ന സാങ്കേതിക മുന്നേറ്റത്തിന്റെയും സ്വയം പര്യാപ്തതയിലേക്കുള്ള ദൃഢനിശ്ചയത്തിന്റെയും ശക്തമായ പ്രതീകമായാണ് ഈ അത്യാധുനിക യുദ്ധക്കപ്പലിന്റെ കമ്മീഷനിംഗ് വിലയിരുത്തപ്പെടുന്നത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.